ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ കൺസെപ്റ്റ് എന്താണെന്നാണ് ഇന്ന് പറയുന്നത്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്ന പോലെ ഒരു ഓൾഡ് ഏജ് ആവുന്നതല്ല, പ്രായമാവുന്നതല്ല, മറിച്ച് അതൊരു പുതിയ ലൈഫ് സ്റ്റൈലാണ്. എല്ലാവരും വിചാരിക്കും റിട്ടയർഡ് ആയതോടുകൂടി കഴിഞ്ഞു, പക്ഷേ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. കാരണം നമ്മളുടെ ഇത്രയും നാളത്തെ ആ ഒരു കഠിനാധ്വാനവും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും എല്ലാം കഴിഞ്ഞിട്ട് വിശ്രമം ആവുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരവസ്ഥ, അതാണ് ശരിക്കും പറഞ്ഞാൽ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഏജ് ആണെന്ന് തന്നെ പറയാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് എത്രത്തോളം എമൗണ്ട് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ടി വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അതിനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനൊരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഒരു പ്ലാൻ റെഡിയാക്കുക. അതിനെ നമുക്ക് അതിൽ വരുന്ന റിസ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ മാനേജ് ചെയ്യുക. പിന്നെ നമ്മൾ പീരിയോഡിക്കലായിട്ട് അതിനെ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിവ്യൂ ചെയ്യുക. എന്നിട്ട് വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ സമയാസമയങ്ങളിൽ നടത്തുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ ചെയ്യേണ്ട കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി നമ്മൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമാണ് അതിന് നല്ല രീതിയിൽ ഒരു കോർപ്പസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നു എന്ന് കരുതുന്നു. കമൻറ്റുകൾ താഴെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ, ബൈ.